ഹായ് ഓൾ, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ ബുക്സിൻ്റെ ഈ ഒരു സെഷൻ നമ്മൾ ബഡ്ജറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആക്ച്വൽസുമായിട്ട് എങ്ങനെയാണ് ബഡ്ജറ്റ് കമ്പയർ ചെയ്ത് നമ്മളൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ അക്കൗണ്ടന്റ് എന്നുള്ള മോഡ്യൂളിൻ്റെ അണ്ടറിൽ ബഡ്ജറ്റ്സ് എന്ന് നമുക്ക് കാണാം. ഇവിടെ ക്രിയേറ്റ് ബഡ്ജറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ബഡ്ജറ്റിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നത് ഒരു റവന്യൂ ആൻഡ് എക്സ്പെൻസ് ബഡ്ജറ്റ് എന്നാണ് ഇതിന് നെയിം കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ ചോദിക്കുന്നുണ്ട്, അത് ഏപ്രിൽ 25 ടു മാർച്ച് 26 കൊടുക്കുന്നു. ബഡ്ജറ്റിൻ്റെ പീരീഡ് നമുക്ക് ഇയർലി, മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടറിലേക്ക് കൊടുക്കാം. അപ്പം ഞാൻ മന്ത്ലിയാണ് കൊടുക്കുന്നത്. ദെൻ ഇൻകം അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ സെയിൽസ് ലെഡ്ജറാണ് ആഡ് ചെയ്യുന്നത്. ദെൻ അപ്ഡേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഏതൊക്കെ എക്സ്പെൻസ് അക്കൗണ്ട് ആണോ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട് വേണ്ടത്, അതും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അഡ്വർടൈസിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാലറിൻ്റെ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അതർ എക്സ്പെൻസ് എന്നുള്ളൊരു ലെഡ്ജറും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ 3 ലെഡ്ജറാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ബഡ്ജറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾക്ക് മന്ത് കാണിക്കുന്നുണ്ടാവും. ആ മന്തിനനുസരിച്ച് നമുക്ക് എമൗണ്ട് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ജൂൺ മാസത്തെ സെയിലായിട്ടൊരു 1 ലക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ്, പർച്ചേസ് എക്സ്പെൻസ് ആയിട്ട് കോസ്റ്റ് ഓഫ് സെയിലായിട്ട് ഞാനൊരു 50,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ടോട്ടൽ വന്നിട്ടുണ്ട്. അതിനുശേഷം അഡ്വർടൈസിങ്ങിലേക്ക് നമ്മളൊരു 6,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ സാലറി ആയിട്ടൊരു 30,000. അപ്പം ടോട്ടൽ ഒരു പ്രോഫിറ്റ് ഒരു 14,000 ആണ് ഞാൻ ജൂൺ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് കണ്ടു, ഇത് സേവ് ചെയ്യുന്നു. ഇനി ഇവിടെ കാണാം വ്യൂ ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽസ് എന്ന് കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആ ഒരു പീരീഡ് സെലക്ട് ചെയ്യുന്നു. ഏത് മാസമാണ് നമുക്കിത് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ത് നമ്മളിവിടെ കൊടുക്കുന്നു. ദെൻ റൺ റിപ്പോർട്ട്. ജൂൺ എന്നുള്ള പീരീഡാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റൺ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ആക്ച്വലുമായിട്ട് ഇൻകത്തിൻ്റെ സൈഡിൽ വരുന്ന സമയത്ത് സെയിൽസ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്നത് 1 lakh ആണ്. അത് 1,20,000 വന്നിട്ടുണ്ട്, 27,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 27,000 എന്നുള്ളത് നമ്മുടെ ഒരു എക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയ റവന്യൂ ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും. അഡ്വർടൈസിങ്ങിലേക്ക് ഞാൻ 6,000 ആണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ 6,700 ആയിട്ടുണ്ട്. അപ്പോൾ ആ 700 നമുക്കിവിടെ റെഡ് കളറിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഓവറായിട്ടുള്ള എക്സ്പെൻസ് സ്പെൻഡ് ആയിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമുക്കൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതർ എക്സ്പെൻസിലേക്ക് നമുക്കൊരു 1,000 വന്നിട്ടുണ്ട്. പർച്ചേസ് ഡിസ്കൗണ്ട് ആയിട്ട് 5,000 വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ബഡ്ജറ്റിൽ കാണിച്ചിട്ടില്ലാത്തതാണ്. അതുപോലെ സാലറിക്ക് നമ്മൾ ഇട്ടിരുന്ന ഫിഗർ 30,000 ആണ്, അത് പക്ഷേ 35,000 ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഓവറായിട്ടൊരു 5,000 സ്പെൻഡ് ആയിട്ടുണ്ടെന്ന് കാണാനായിട്ട് പറ്റും. റിപ്പോർട്ട്സിൽ പോയാലും നമുക്ക് ഈ ഒരു റിപ്പോർട്ട് കാണാനായിട്ട് പറ്റും. ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതുപോലെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ നെയിം കൊടുക്കുക, നമ്മുടെ പീരീഡ് സെലക്ട് ചെയ്യുക, റൺ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾക്ക് ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽസ് എന്നുള്ള റിപ്പോർട്ട് ഇവിടെ നമുക്ക് വരുന്നുണ്ടാവും.